ചേട്ടൻ്റെ വീടായിരുന്നോ? ശരി, എൻ്റെ വീടിന് മുന്നേ വന്നിട്ട് എൻ്റെ വീടാണോ? എൻ്റെ അമ്മ ഗംഭീരം ആണല്ലേ, ഇഷ്ടപ്പെടും ചേട്ടാ. എനിക്ക് കയറി കണ്ടാലോ? ധൈര്യമായിട്ട് വാ, വെൽക്കം. ഗംഭീരം ചേട്ടാ. യൂട്യൂബിൽ പറയും പോലെ സ്ലീക്ക്, സ്റ്റൈലിഷ് ആൻഡ് കംഫി ആണല്ലേ. വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ പാമ്പാടിക്കാരനായ ചേട്ടൻ ഇവിടെ വന്ന് വീട് വെക്കേണ്ട വല്ല കാര്യം? ഈ പാമ്പാടിക്കാരൻ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പാമ്പാടി ജീവിക്കുന്ന ആളല്ല. നമ്മൾ പാമ്പാടി എന്ന് വെച്ചാൽ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു രഹസ്യ ഉദ്ദേശത്തോടെയാണ് നമ്മളെപ്പോഴും ഈ പാമ്പാടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് പാമ്പാടി വിട്ടതാണ്. അതിനുശേഷം പിന്നെ PG ഞാനിവിടെ മഹാരാജാസിൽ ചെയ്തു, എറണാകുളത്ത് തന്നെ. പിന്നെ മാതൃഭൂമി ജോലി കിട്ടി, പിന്നെ പല സ്ഥലങ്ങളിൽ പോയി. അവസാനം ഞാൻ റിസൈൻ ചെയ്യുന്നതും മാതൃഭൂമിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതും കൊച്ചിയിൽ ബിസിനസ് റിപ്പോർട്ടർ ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ടൊരു ഓട്ടോമൊബൈൽ മാഗസിനൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു 10-25 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പാമ്പാടിക്കാരെന്നുള്ള ലേബൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു കൊച്ചിക്കാരനാണ്. ഓക്കെ. അപ്പോൾ ഈ വീട് എനിക്ക് മൊത്തം കാണിച്ചു തരണം. വീട് മൊത്തം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ചെറിയൊരു ഫീസ് ഉണ്ടെന്നാലും കുഴപ്പമില്ല, കാണിക്കുന്നതായിരിക്കും. ഫീസ് എങ്ങനെ, ചാർജിങ് എങ്ങനെ? അത് ഞാൻ തുടങ്ങി, നിങ്ങളാണ് ആദ്യമായിട്ട് വരുന്ന മീഡിയ, അപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. എന്തായാലും ചായ തരും, ശരി, അല്ലെങ്കിൽ ജ്യൂസ് തരും, ഇരുന്ന് സംസാരിക്കാം. തീർച്ചയായും. ഈ ചെറിയ ഫീസ് ഉണ്ട് വീട് കാണാമെന്ന് പറഞ്ഞത് അറിയോ? EMI അടയ്ക്കണേ, കാരണം ലോൺ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്തോ ഫീസ്? ഹലോ, പേടിക്കണ്ട, ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും കുടിക്കാൻ ചായ എന്താ വേണ്ടത്? അതിപ്പോൾ എടുക്കും. മധുരമുള്ള പച്ചവെള്ളം എന്തെങ്കിലും കിട്ടുമോ? മധുരമുള്ള പച്ചവെള്ളം തരാം, ജ്യൂസ് തരാം. മതി, ജ്യൂസ് എടുത്തോ കേട്ടോ. നല്ല വെള്ളം എടുത്ത്. ഈ എറണാകുളം നഗരത്തിന് നടുക്കാണെങ്കിൽ പോലും നല്ലൊരു കിണറുണ്ട്, നല്ല വെള്ളമുണ്ട്. പിന്നെ കൊതുക് വളരെ കുറവാണ്, പക്ഷേ ഈച്ചയുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കൊതുകിനെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് നല്ല കൊതുകായിരുന്നു. ചേട്ടാ, മൊത്തത്തിലൊരു റോയൽ ഫീലാണ്. ആണോ? അവർക്ക് പക്ഷെ അങ്ങനെ ഒരു റോയൽ ഒരു ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടെന്ന് പറയാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾ രാജാവായിട്ട് ജീവിക്കുക എന്നുള്ള ആഗ്രഹമുള്ളൂ. രാജകുടുംബത്തിൽ ജനിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് രാജാവായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഭാര്യ. എന്നാ ഇരിക്കുക. ഇത് ഞങ്ങളുടെ അക്കയാണ് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിക്കാതെ പറയാൻ വന്നോണ്ടാട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ബിരിയാണിയൊക്കെ തന്നേനെ. മിസ് ചെയ്തു. പിന്നെ നായന്മാരുടെ വീട്ടിൽ വലിയ പ്രതീക്ഷ അങ്ങനെയുണ്ട്. അപ്പോൾ എടുക്കുക കുടി. നിന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്നാണ് പറയുന്നത്. ചേച്ചി പല വീഡിയോകളിലും പലപ്പോഴായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം പൊതുവേ ഒരു ധാരണ ബൈജുവൻ നായർ വാചാലനും ഭാര്യ നിശബ്ദയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈജുവൻ നായർ ഉലകം ചുറ്റി നടക്കുന്നു എന്നുള്ളതാണ് ഒരു അഭ്യൂഹം. കേരളത്തിലെ ജനതകളുടെ ഒരു സംശയമാണ്. അപ്പം ചേച്ചി പൊതുവെ എങ്ങനെയാണ്? ഇതെന്തോ ഇവരൊരു അധ്യാപക ഫാമിലിയാണ്, മൊത്തം അധ്യാപകർ ഇവരുടെ വീട്ടിൽ. അപ്പോൾ ഇവർ അധികം ട്യൂഷൻ എടുക്കാനും പഠിപ്പിക്കാനുമായിട്ടാണ് ഇവരധികം സംസാരിക്കുന്നത്. അല്ലാതെ സംസാരം ഇത്തിരി കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ, കൗണ്ടർ ഒന്നും. അതുകൊണ്ടാണ് അധികം മിണ്ടാതെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴാണ് ഓപ്പൺ അപ്പ് ആയത്. അധ്യാപനം ഉണ്ടോ? എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യമേ നിർത്തിച്ചു. ചേച്ചി, ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചപ്പം ചേച്ചിയുടെ ഒരു മനസ്സിലുള്ളൊരു വീട് എങ്ങനെയായിരുന്നു? അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. അതായത് ഈ വീടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 50% തീർന്ന അവസ്ഥയിൽ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ബേസിക് സ്ട്രക്ചർ ഒരു സ്കെലിട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ബാക്കി ഇൻറ്റീരിയറൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ കോട്ടയത്ത് എൻ്റെ വീടെന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ച് പടിപ്പരയും അറയും നിരയും നടുമുറ്റമൊക്കെ ആയിട്ട് പണിത വീടാണ്. അപ്പോൾ അതിൽ ആ ടൈപ്പ് വേണ്ടെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതൊരു നമ്മുടെ കയ്യിലുണ്ട് ഒരു കേരള സ്റ്റൈലും. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മോഡേൺ സ്റ്റൈൽ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് അതിന് പറ്റുന്നൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇൻറ്റീരിയറൊക്കെ പിന്നെ ചെയ്തെടുത്തത്. അപ്പം ഞാനും ഇവളും പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ ചെയ്തൊരു ശ്രീജിത്തുണ്ട്. 3 പേരും കൂടെ ഇരുന്ന് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് പലതവണ മാറ്റിയൊക്കെ ചെയ്തൊക്കെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് നമുക്ക് സ്പേസ് ഒത്തിരി വേണം, ഈ എല്ലാം കൂടെ തിക്കി നിറച്ചുള്ള ഒരു ഇത് വേണ്ട എന്നൊക്കെയായിരുന്നു. അതുപോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതാണ്. കിച്ചൺ അത് അത്യാഭിലാഷമായിരുന്നു. അതുകൊണ്ട് കാരണം അടുക്കളയിൽ നിന്നും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റണമല്ലോ, രഹസ്യങ്ങളൊന്നും പാടില്ല. അതാണ്. ചേട്ടൻ ജേർണലിസ്റ്റ് ആയിരുന്നു, ഓട്ടോ വ്ളോഗിങ്, ഇപ്പം യൂട്യൂബ്, ഫേസ്ബുക്ക്, ഡിജിറ്റൽ മീഡിയയിലാണ് മൊത്തം. ഇപ്പം പുതിയൊരു അസുഖം കൂടെ ഉണ്ട്, ഈ സഞ്ചാരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ മുമ്പ് പലയിടത്തായിട്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം 122 രാജ്യങ്ങളായി. അപ്പം പോകുമ്പോഴൊക്കെ ചോദിക്കുക, നീ വരുന്നോ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചിയോട് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, ഞാനും 10-20 രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ മോളുടെ പഠനം, അതുകൊണ്ട് വെക്കേഷൻ ടൈമിൽ
ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെ കൂടെ പോകാൻ പറ്റില്ല എന്നറിയാം. വേറെ കാര്യമുണ്ട്, അത് ഞാൻ അനുബന്ധം പറയാം. എൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അരിഷ്ടിച്ച് കഷ്ടിച്ച് പിശുക്കിയൊക്കെ ഉള്ള യാത്രകളാണ്. ലോകം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടുള്ള യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കെങ്കിലും ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതിനുശേഷം ഇവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാ വെക്കേഷനും ഞങ്ങൾ എവിടെയെങ്കിലും വെളിയിൽ പോകുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോള് UK പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും UK പോകുന്നു. പിന്നെ അവൾ കുറച്ചു കാലം യൂറോപ്പിൽ ഡെൻമാർക്കിലുണ്ടായിരുന്നു, അവിടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിപ്പോയി. അപ്പോൾ യൂറോപ്പിൽ പോകുന്നു. അങ്ങനെ ഇപ്പം കുറച്ചുകൂടി ഇവരൊക്കെ കൂടുതൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ മാസം തന്നെ UK പോകുന്ന അവസ്ഥ. ഒരു മോളേ ഉള്ളൂ, അത് കാരണം അവളെ കാണാൻ തോന്നുമ്പോൾ അപ്പോൾ തന്നെ ആകെ 1 വർഷത്തെ കോഴ്സായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അതൊക്കെ ആയി. പൊതുവെ മലയാളി ഭാര്യമാരെ പറ്റി പറയുമ്പം പറയുന്ന എവിടെ പോയാലും കൊള്ളാം, വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ കയറി അതില്ല. അങ്ങനെയൊന്നുമില്ല. അതെന്നറിയാം, നമ്മൾ ഈ ഞാനിവിടെ കല്യാണം ആലോചിച്ച് നമ്മുടെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ ശ്രീനിവാസം പറഞ്ഞു എപ്പോഴും ഒളിവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഇടയ്ക്ക് പോകുമ്പോൾ ഓടിക്കണം അതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് പിന്നെ ഞാൻ അത്രത്തോളം പാഷനേറ്റ് ആണെന്ന് ഇവർക്കൊക്കെ അറിയാം യാത്രയുടെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് എന്തായാലും ഞാൻ പോകുമെന്നും അറിയാം. ഇപ്പം നിങ്ങളൊക്കെ ഈ പറയുന്ന 122 രാജ്യങ്ങൾ എന്നതിൽ ഉപരി ഇന്ത്യയിലാണെങ്കിലും എപ്പോഴും യാത്രയാണല്ലോ. ഇപ്പോൾ പുതിയ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് ഇന്ത്യയിൽ തന്നെ എപ്പോഴും പല സംസ്ഥാനങ്ങളിലും മാസത്തിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും യാത്രയാണ്. ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന പരിപാടിയല്ല, കോട്ടയം വരെയെങ്കിലും പോകും വണ്ടി എടുത്ത്. ലോകം കാണുക, യാത്രാ വിവരണം എഴുതുക, ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ അങ്ങനെ ദൈവം സാധിച്ചു. ഓക്കെ, ഒരു മെമ്പർ കൂടെ ഉണ്ട്, മോളുടെ വിശേഷം ഒന്നും പറഞ്ഞില്ല. മോള് മീനാക്ഷി, അവള് UK ഇത് മാസ്റ്റേഴ്സ് പഠിക്കുന്നു, ഇന്റർനാഷണൽ ബിസിനസ്. ഇവിടെ ഡിഗ്രി SHലായിരുന്നു, BCom ആയിരുന്നു. അവളിപ്പോൾ കഴിഞ്ഞു, ജസ്റ്റ് ഞങ്ങൾ കോൺവെക്കേഷൻ പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളവിടെ ജോലി നോക്കാം, അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. UK നിൽക്കണമെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണമെങ്കിൽ പോരെ, അവളുടെ ഇഷ്ടം. പോക്ക് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ചേട്ടനൊരു സൗകര്യമല്ലോ, യൂറോപ്പിൽ ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട്. അല്ല അത് ശരി, എന്നാലും നമ്മൾ ഈ ഒറ്റ എറണാലേ ഉള്ളൂ, അത് കാരണം ഇടയിൽ കാണണം തോന്നുന്ന പ്രശ്നമുണ്ടല്ലോ. അതാണ് എപ്പോഴും വീഡിയോ കോൾ ചെയ്യാറുണ്ടോ? എപ്പോഴും എഴുന്നേറ്റ് ഉടനെ വരും. അതിനുശേഷം 4-5 പ്രാവശ്യമെങ്കിലും ഒക്കെ വീഡിയോ കോളൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, സാധാരണഗതിയിൽ ആശയുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കഴിക്കാതെ പോകുന്ന ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം ഭക്ഷണം വിശാലമായി ഉണ്ടാക്കി വെക്കും, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഈ ഏരിയയിലേക്ക് ഒരു 2 ദിവസത്തേക്ക് കണ്ടില്ല. ഇല്ല, അങ്ങനത്തെ ഒരു യാത്രക്കാരൊന്നും അല്ല. ഞാനിപ്പോൾ മാക്സിമം ഇപ്പം ഇത്ര യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ പല രാജ്യങ്ങളിലെ ആഹാരവും പല സംസ്ഥാനങ്ങളിലെ ആഹാരവും കഴിച്ചിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ കഴിക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഉച്ചയ്ക്കാണെങ്കിലും ഇത്തിരി ലേറ്റ് ആയിട്ടായാലും വീട്ടിൽ വന്ന് കഴിക്കുന്ന ടൈപ്പാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഫുഡിയേ അല്ല. ഇഡ്ഡലി ദോശ ഒക്കെ കിട്ടി വളരെ സന്തോഷം. അതിന് അപ്പുറത്തേക്ക് വലിയ ആഗ്രഹം, സാമ്പാർ, തൈര് അങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊരു ബീഫൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ ബീഫൊക്കെ വാങ്ങിക്കുന്നല്ലാതെ അങ്ങനെ വലിയ വർക്ക്ലോഡ് കുറവാണ്. കവിയെ അയ്യപ്പനെ പോലെ അവധൂതനെ പോലെ പോകുന്നില്ല. ശരി, അപ്പൊ എന്നാ പിന്നെ നമുക്ക് അതെ, നമ്മളെ വീട് കാണാൻ വേണ്ടിയാണ് ഇപ്പൊ മനസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഫീസൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരാമെന്നും പറഞ്ഞു. അപ്പൊ വീടൊക്കെ ഒന്ന് കാണിച്ച് ഏറ്റവും മുകളിലൊക്കെ കൊണ്ടുപോയി വരാല്ലേ. ശരി ശരി, ചെക്കായിട്ടായിരിക്കും തരുന്നത്, മടക്കി വെച്ചിരുന്നു. ചേട്ടാ, സാധാരണ ഈ ഡൈനിങ് ടേബിളിലേ മറ്റേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പഴം, ആപ്പിള് ഇതൊക്കെ വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം കുറച്ചൊരു വില കൂടുകയോ കുറയോ എന്നൊക്കെ ആലോചിച്ചു. ഇതെന്തോ കഥ? ഇത് അതുപോലെ തന്നെ ആപ്പിൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇനി പോകാനുള്ള രാജ്യങ്ങൾ അത് കണ്ടുപിടിക്കല്, പിന്നെ പോയ സ്ഥലങ്ങൾ നോക്കി അയവിറക്കലുണ്ടല്ലോ, അതൊക്കെ അതിനുവേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. പലരോട് വരുമ്പോൾ ചോദിക്കും, പോയ സ്ഥലങ്ങളാണോ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? അല്ലല്ല, ഇത് മൊത്തം ലോകമുണ്ട്. 1-2 രാജ്യം നമ്മൾ ഒട്ടിച്ച് വിട്ട് കളഞ്ഞെങ്കിലും ബാക്കിയെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും കൂടുതൽ പോകണമെന്നിങ്ങനെ. അല്ല, ലോകം വളരെ ചെറുതാണെന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് സന്തോഷത്തോടെ പറഞ്ഞല്ലേ. ഞാനും സന്തോഷമൊക്കെ ഒരേപോലെ. സന്തോഷം എൻ്റെ ഏകദേശം നമ്മളൊക്കെ ഒരുമിച്ചാണല്ലോ. ഈ എന്താ യാത്ര ചെയ്ത രാജ്യങ്ങളുടെ എണ്ണമൊക്കെ നമുക്ക് ഏകദേശം ഒരുപോലെയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ ഇവിടെ ഇത് മുഴുവൻ കണ്ടു, ഇവിടെ മാത്രം ഇനി കാണാനുണ്ട്, ഇവിടെ മുഴുവൻ കണ്ടു. ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് ലണ്ടനിൽ പോയി, ആഫ്രിക്കയിലും കുറേ രാജ്യങ്ങളിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെട്ടെന്നൊക്കെ കണ്ടു തീർക്കാവുന്ന ഉള്ളു ഇനിയിപ്പം. എന്ന് വെച്ചപ്പോൾ ഓരോ രാജ്യം മുഴുവൻ കാണുന്നുണ്ടെന്നുള്ളതല്ല, എങ്കിൽ പോലും ലോകം ചെറുതാണ് ശരിക്കും അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കും, സന്തോഷമായിട്ടും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കി ഇരിക്കും. ഇനിയിപ്പോൾ അടുത്ത 2 മാസം കഴിഞ്ഞ് ഇവിടെ മുഴുവൻ തീർക്കാൻ പോവാം. അതോടുകൂടി എല്ലാ കോണ്ടിനെൻസും ആകും. സൗത്ത് അമേരിക്ക കൂടി ആകുമ്പോഴത്തേക്കും എല്ലാ കോണ്ടിനെൻസും ആകും. അവിടെ എന്തൊക്കെയാ പ്ലാൻ എന്താണ്? അവിടെ ബ്രസീൽ, ബൊളീവിയ, പരാഗ്വേ, ഉറുഗ്വേ, അർജന്റീന, ചിലി, പെറു, ഇത്രയുമാണ് ഈ ഒരു പോക്കിൽ. പിന്നെ 3-4 രാജ്യങ്ങൾ ഇവിടെ ബാക്കി വരുള്ളൂ. അത് അടുത്ത ട്രിപ്പിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർക്കാന്നുള്ളതാണ്. മെസ്സിയെ നെയ്മറെ കൂടെ കാണണം.
നെയ്മർ. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഫുട്ബോൾ ഭ്രാന്തനൊന്നും അല്ല. ഫുട്ബോൾ അല്ലേ നെയ്മർ അല്ലേ? ക്രിക്കറ്റ് അല്ലല്ലോ. അത്രയ്ക്ക് നിരാശമാണ് സ്പോർട്സിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം എന്തായാലും അവരൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്ക് അവിടെ മാർക്കേഴ്സിന്റെ ഒക്കെ നമ്മൾ എഴുത്തുകാരായിട്ടുള്ള ഒരു സാമീപ്യം കൊണ്ട് മാർക്കേഴ്സിന്റെ സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ട്. അതൊക്കെ ഉള്ളൂ. ഇതിനകത്തൊരു സ്ഥലം മിസ്സായിട്ടുണ്ടെന്നൊരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ഒരു കുപ്രതരണം ഉണ്ടല്ലേ? പക്ഷെ ഒരു ടാസ്ക് ആണ്. അത് എവിടെയാണെന്ന് പറയണം. എനിക്കറിയാം. കണ്ടുപിടിക്കാന്ന് ഇല്ലല്ലേ? അതായത് ഞാനിവിടെ താമസം തുടങ്ങിയ പിറ്റേ ദിവസം എൻ്റെ സിസ്റ്ററിന്റെ മോള് വന്നു. അവൾ വന്നിട്ട് അവള് കാര്യമായിട്ട് അവൾ അമേരിക്കയിലാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം ലോകപരിചയം ഉണ്ട്. അവളെല്ലാം നോക്കിയിട്ട് അമ്മ സിംഗപ്പൂർ കാണുന്നില്ല. അപ്പോഴാണ് നമ്മളും ശ്രദ്ധിക്കുന്നത് സിംഗപ്പൂരില്ല. അതെന്തോ സിംഗപ്പൂരുമായിട്ട് എന്തോ വിരോധമുള്ള കക്ഷി ഒട്ടിച്ചാൽ നമ്മൾ രാത്രി ഒട്ടിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ്. രാവിലെ വന്നപ്പോൾ നമ്മൾ ഓരോ രാജ്യമായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് വരേണ്ട സിംഗപ്പൂര് ഇല്ല. അപ്പൊ ഇനി എന്താണ്? ഇനി മറ്റു ഭാഗങ്ങളിലേക്ക്. ഓക്കെ. ഈ മലയാളത്തിൽ തగ్గടിക്കുന്ന മെയിനായിട്ട് 3 പേരാണ്. ഒന്ന് ബൈജു സന്തോഷ്, പിന്നെ ബൈജു എൻ നായർ, പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പം ചേട്ടനോട് ഇടയ്ക്ക് പറയണ്ടോ തగ్గടി കുറച്ച് കൂടുന്നുണ്ട്? ഇല്ല തగ్గടി എനിക്കിഷ്ടമാണ്. ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കമൻസും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രാഷ്ട്രീയത്തിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് പേടിയാകാറുണ്ട്, ടെൻഷൻ ആകാറുണ്ട്, പറയാറുണ്ട്. എന്താ പറയുക, അത് ഇടയ്ക്ക് ഇവള് പറയാറുണ്ട്. ഇവള് മാത്രമല്ല, വീട്ടിലൊക്കെ പലരും നമ്മൾ ഈ സമൂഹ ജീവിയാണ്. നമ്മളങ്ങനെ ഈ യൂട്യൂബ് വ്ളോഗ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളല്ല. രാവിലെ 2 പത്രം വായിക്കും, ടി വിയിലെ ന്യൂസ് കാണും. പിന്നെ ഒരു ബേസിക്കലി നമ്മളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മെയിൻ സ്ട്രീം ജേർണലിസ്റ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നോക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ഓരോ സാധനങ്ങൾ. അത് എന്താ പറയുക, നാച്ചുറലായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തു വരുമ്പോൾ അതങ്ങ് വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. നമ്മുടെ ക്യാമറ ചെയ്യുന്ന ആളൊക്കെ ചിരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും സാധനം ഏറ്റെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല ഈ വണ്ടി എന്ന് പറയുന്നത്. അത് പക്ഷേ അത് മാത്രമല്ല, ഞാനിപ്പം അടുത്ത കാലത്തൊരു യൂട്യൂബർ ഒരു വണ്ടിക്കകത്തൊരു സ്വിമ്മിംഗ് പൂൾ പണിതു. അപ്പം ഞാൻ ഈയിടെ ഒരു വണ്ടി പറഞ്ഞു, പക്ഷേ ഇന്റീരിയർ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഒന്നും പണിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ കളിയാക്കുന്നൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ അതിങ്ങനെ രാവിലെ കാണുമ്പോൾ ഉള്ളൊരു സംഭവം മനസ്സിൽ കിടക്കുന്നത് പറയുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് വധഭീഷണിയൊക്കെ വരാറുണ്ട്. വധഭീഷണി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വന്നു, മെയിലിലാണ് വന്നു കേട്ടോ. അവരൊക്കെ വളരെ സാങ്കേതികമായിട്ട് മുന്നിലായി. ബർഡൊക്കെ മതിൽ എഴുതി വെക്കില്ല, അതൊന്നുമില്ല, മുഖത്തൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഇവരൊക്കെ പേടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഈ വധഭീഷണി മാത്രമല്ല, ഈ നമ്മുടെ കമന്റുകളിൽ വരും, ചേട്ടാ ഇന്നോവ വരും വീട്ടിലേക്ക്, സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അതൊക്കെ ഉണ്ട്, ചേട്ടാ ഇന്നോവ വരുന്നുണ്ട്, റിവ്യൂ ചെയ്ത് കിട്ടുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവർക്ക് പേടി വരും. അപ്പോൾ വീട്ടിൽ അമ്മയാണെങ്കിലും ഇവളാണെങ്കിലും ഒക്കെ പറയും, അതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ എനിക്കത് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നു. തന്നെയല്ല നമ്മളങ്ങനെ മാരകമായ വിമർശനമൊന്നുമല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സാധനം പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ 30 സെക്കൻഡ്. അതെ, അതുകൊണ്ട് ജനങ്ങളങ്ങ് കേട്ട് രസിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഇപ്പം നമ്മുടെ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്ന പലരും ഉണ്ടല്ലോ, അവരൊക്കെ പലരും എന്നെ വിളിച്ച് അത് കൊള്ളാം കേട്ടോ, പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പാർട്ടിയെ പറ്റിയും ഞാൻ പറയും. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് ഒരു ആഭിമുഖ്യവും ഇല്ല. തന്നെയല്ല എനിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയോട് ഒരു തരത്തിലുള്ള സ്നേഹം തോന്നാറില്ല. കാരണം നമ്മൾ ഈ ലോകം മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എത്രത്തോളം പിന്നിലാണ് എന്നുള്ള പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആഭിമുഖ്യമൊന്നുമില്ല. വിമർശനം തുടരും എന്നാണ് തോന്നുന്നത് ഇന്നോ വരുന്നവരെ. സാധാരണ ഒരു മലയാളി ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ പലരും നമ്മൾ വേദനകളുടെ ഉള്ളിൽ ഒതുക്കുന്ന മലയാളി ഹസ്ബൻഡ് ഇങ്ങനെയുള്ള വധഭീഷണിയൊക്കെ ഭാര്യയോട് പറയും. അല്ല, അതൊക്കെ പറയും. കാരണം അതിൻ്റെ അസ്തോട് നമ്മൾ ഈ കോട്ടയംകാർ എപ്പോഴും എല്ലാ കാര്യവും നർമ്മത്തോടു കൂടിയാണ് കാണുന്നത്. ഈ എല്ലാ കോട്ടയംകാരും തക്കടിക്കുന്നവരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷമാണെങ്കിലും കോട്ടയാണ്, പിന്നെ നമ്മുടെ ബൈജു ആണെങ്കിലും കോട്ടയം തിരുവനന്തപുരമാണല്ലോ. അപ്പം നമ്മൾ വളരെ നർമ്മത്തോടു കൂടിയാണ് ജീവിതത്തെ കാണുന്നത്. ഒന്നും ഒരു വിഷയമല്ല. കോട്ടയംകാർക്കൊന്നും ജീവിതത്തിലൊന്നും ഒരു പ്രശ്നമല്ലാത്തവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ദൈവത്തിനോട് പോലും എന്ത് പണിയാണ് ചേച്ചു എന്നൊക്കെ ചോദിക്കാൻ അത്രയും ധൈര്യത്തോടു കൂടി അതേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ കോട്ടയംകാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ വളരെ ലൈറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ കുറയ്ക്കുന്ന വട്ടി കടിക്കില്ല എന്ന് പറഞ്ഞല്ലേ, ഇതൊന്നും ഇപ്പം അങ്ങ് എന്താ പറയുക, നേതാക്കന്മാർ അറിഞ്ഞിട്ടൊന്നുമല്ല. ഈ അണികൾക്കൊക്കെ തോന്നുന്ന ഓരോ വിഷമം അവർക്ക് ആ പാർട്ടിയുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഈ വധഭീഷണിയൊക്കെ വരുന്നത്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നമ്മളിങ്ങനെ തുടരാനാണ് പരിപാടി. മോൾക്കും ഇതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. മോൾക്കും പേടിയാണ്, അവൾക്കും പേടിയുണ്ട്. അവളും ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ അധികം പത്രമൊന്നും വായിക്കാത്തതുകൊണ്ട് അവളൊന്നും കാര്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ ചില വണ്ടികളുടെ റിവ്യൂ പറയുമ്പം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം ചേച്ചി എല്ലാ വീഡിയോസും കാണാറുണ്ടോ? അല്ല, അതിനെപ്പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു. അതിന് ആ റിവ്യൂ ചെയ്യുന്ന രീതിയെ പറ്റി വല്ലതും ചിലത് കുറ്റം പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മോശമല്ലേ
അവർ കമ്പനി എന്ത് വിചാരിക്കുമെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അല്ല എന്താ പറയുക, രണ്ട് മൂന്ന് തരത്തിലുള്ള വിമർശനം ഉണ്ടല്ലോ. ഒന്ന് നമ്മളിങ്ങനെ ഖണ്ഡന വിമർശനം, ഈ മലയാള സാഹിത്യത്തിൽ പറഞ്ഞ ഖണ്ഡന വിമർശനം, പിന്നെ തോഴി വിമർശനം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതായത് തോഴി വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നടന്ന് പറഞ്ഞു കൊടുക്കുക, തൊഴിക്കല്ല. അപ്പം അങ്ങനെയല്ല, ഞാൻ അതാണ് അധികം ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം തീരെ മോശം അശ്വന്ത് കോക്കിനെ പോലെ ഞാൻ പറയാറില്ല എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ പറയുന്നത് ശരിയാണ്. സത്യത്തിൽ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ അത് വളരെ മോശമാണെന്ന് തോന്നിയാൽ പറയേണ്ടതാണ്. പക്ഷേ ഈ സിനിമ പോലെയല്ല, വണ്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന വണ്ടികളൊന്നും തീരെ മോശം എന്നൊന്നും പറയാനല്ല. നമുക്ക് ഇതെന്തിനാ ഇങ്ങനെ വണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന അവസ്ഥയിലുള്ള വണ്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മൂടി വെച്ചാണെങ്കിലും മനസ്സിലാകുന്ന ഭാഷ പറയും. ഇത് അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ സെഗ്മെന്റിലെ മറ്റേ വണ്ടിക്ക് ഇത് ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇതിൽ വന്നില്ല, മലയാളിക്ക് ഒന്നും തയ്യാറില്ല. ഇല്ല, അത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ജനത്തിന് മനസ്സിലാവും, വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ പലപ്പോഴും കമന്റ് ഒക്കെ വരും, ചേട്ടന്റെ മുഖം കണ്ടറിയാം, ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. അത് വരുന്നുണ്ട്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ മുഖം ഒന്ന് മാറുമ്പോൾ പിടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഈ വണ്ടി ഒരിക്കലും എടുക്കരുത് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഓരോ വണ്ടിയുടെയും പിന്നിൽ എത്ര വർഷത്തെ പരിശ്രമം, എത്ര കോടി രൂപയുടെ പരിശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ട്, ഇതില്ല എന്നുള്ള വേണ്ടി പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. പൊതുവെ മലയാളികളെ പറ്റിക്കുന്നു തോന്നാറുണ്ടോ? ഇല്ല, പറ്റിക്കാറില്ല. ഇല്ല. ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മോളോ ചേച്ചി പറയാറുണ്ട് അത് ചെയ്താൽ കൊള്ളായിരുന്നു, അത് ഇതിനെ റിവ്യൂ ചെയ്താൽ കൊള്ളായിരുന്നു, ആ വണ്ടി കൊള്ളായിരുന്നു. ഇവരൊന്നും അങ്ങനെ വണ്ടി ശ്രദ്ധിക്കുന്നവരൊന്നും അല്ല. ഇതൊക്കെ ആകെ ഒരു ആഗ്രഹം റേഞ്ച് റോവർ എടുക്കണം എന്നുള്ള. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പറയിരിക്കാൻ. അപ്പോൾ ഞാൻ ഈ റേഞ്ച് റോവറൊക്കെ നമുക്ക് ഇടയ്ക്ക് ഡ്രൈവിനാക്കി കിട്ടുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കണം. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉള്ള വണ്ടി എല്ലാവരും പറ്റും നമുക്കൊരു റേഞ്ച് റോവർ എടുക്കണം. അതിൽ കൂടുതൽ വണ്ടിയെ പറ്റി വലിയതാണ്. ഡ്രൈവ് ചെയ്യോ? ഡ്രൈവ് ചെയ്യും. മോളും ഡ്രൈവ് ചെയ്യും. എൻ്റെ അമ്മയടക്കം 83 വയസ്സായ അമ്മയടക്കം എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഇതിനോടുള്ളൊരു പാഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ല? ഇല്ല, അതില്ല. അതന്നെയല്ല, ഇതൊരു ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിതിൽ രക്ഷപ്പെട്ടു വെച്ചിട്ട് ഈ തലമുറ നിന്നാൽ മതി. പണ്ടോടെ ഞാൻ മോളോട് പറയും ജേണലിസ്റ്റിലേക്കൊന്നും ഒരിക്കലും വരരുത്. ജേണലിസ്റ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റ് പല പ്രൊഫഷനായിട്ട് നോക്കുമ്പോൾ ഇപ്പം വളരെ അണ്ടർപെയ്ഡാണ് ശരിക്കും പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും വരാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനത്തിലേക്ക് പോകണമെന്ന് ഞാൻ പണ്ടുതൊട്ടേ പറഞ്ഞാണ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ. ഈ ചിത്രങ്ങൾ കഥ പറയാറുണ്ട്. ഞാനിവിടെ വന്നപ്പോഴേക്കും കുറേ ചിത്രങ്ങൾ അവിടെയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിത്രങ്ങൾ. അപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ കയറി വന്നപ്പോഴേ കാണുന്നവരെല്ലാം കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്ത് വരുന്നവരെക്കാൾ ഉപരി ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ വേണ്ടി, കാരണം നമുക്ക് ആപ്പടെ കാണാനുള്ളത് മോളാണല്ലോ. അവളോട് ഇല്ലാത്ത സാഹചര്യത്തിൽ അവളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലും അവളുടെ ചെറുപ്പം തൊട്ടുള്ളത് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവളിപ്പോൾ +2 എല്ലാത്തിനും A+ വാങ്ങിച്ചപ്പോൾ ഉള്ള അവൾക്ക് അവാർഡ് കിട്ടുന്നത്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത് അവളിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ വീട്ടിൽ എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളും എൻ്റെ മോളുമാണ്. പിന്നെ ഇതിൽ ഇവളുടെ അച്ഛനും അമ്മയും. ഇതൊക്കെ നമ്മുടെ യാത്ര, തായ്ലൻഡൊക്കെ പോയത്, ഹോങ്കോങ്, ഇത് ഡിസ്നിലാൻഡ്, ഫസ്റ്റ് ബർത്ത്ഡേ. അതെ, ഫസ്റ്റ് ബർത്ത്ഡേയുടെയാണിത്. അങ്ങനെയൊക്കെയുള്ള പടങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതിലുപരി ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. തീർച്ചയായും ആവർത്തന വരസതയില്ല. ഇല്ല, ഇവിടെ കണ്ടോണ്ടിരുന്നില്ല. അതിലൊരു ഇൻഡിക്ക കാണുന്നുണ്ട്. അതെ, അതിനെന്തെങ്കിലും കഥയുണ്ടോ? അല്ല, അത് എൻ്റെ ആദ്യത്തെ അന്നത്തെ കാലത്ത് നമുക്കൊരു പ്രീമിയം വണ്ടി, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയൊരു പ്രീമിയം വണ്ടി എന്ന് പറയാം. കാരണം ഞാൻ തുടങ്ങിയത് എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയൊരു ഓംനി ആയിരുന്നു. അതിനുശേഷം അത് വിറ്റിട്ട് വാങ്ങിച്ചതാണ്, ഇന്ത്യക്ക് വന്ന സമയത്ത് വാങ്ങിച്ചതാണ്. അതാണ് ആദ്യത്തെ ഡീസൽ വണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ. അതാണ് ആ കിടക്കുന്നത്. ഈ അതിനെന്തെങ്കിലും കഥയുണ്ടോ? ഇല്ലല്ലോ. അത് ഇവളുടെ വീട്ടിൽ, അതായത് ഇവള് എന്നെ ഞങ്ങൾ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതിനുശേഷം ഒന്ന് കാണുമല്ലോ വെളി വെച്ചൊക്കെ, അന്ന് ഇവള് ഇത് ഓടിച്ചോണ്ടാണ് വന്നത്. ഈ വണ്ടി കാണാം, നിശ്ചയം. അങ്ങനെ ഒരു വിശേഷമുള്ള വണ്ടിയാണ്. അതിലാണ് നിങ്ങൾ കറങ്ങാൻ പോയിക്കൊണ്ടത്? എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എൻ്റെ അടുത്ത് തോന്നി പിന്നെ എൻ്റെ വണ്ടിയിലേ. അങ്ങനെ ഓരോരോ കഥകളാണ് എല്ലാത്തിനും. ഓക്കെ ചേട്ടാ, അപ്പോഴേ നമ്മൾ ഈ ജീവിതത്തിൽ പല നിലകളിലേക്ക് ഉയരണമല്ലോ. നമ്മൾ താഴത്തെ നിലയിൽ മാത്രം നിൽക്കുന്നത്, ഇപ്പോൾ അടുത്ത നിലയിലോട്ട് പോകണമല്ലോ. അപ്പോൾ എന്നെ കൊണ്ടുപോകില്ല. ഞങ്ങൾ പക്ഷേ നില താഴേക്കാണ്, ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഞങ്ങളുടെ വളർച്ച വളരെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ മുകളിലോട്ട് പോകാൻ ഇഷ്ടം. മുകളിലേക്ക് കൊണ്ടുപോകാം. അതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ താഴെ ആകെ 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡൈനിങ് റൂമിൻ്റെ ഒരു ഭാഗമായിട്ട്, അത് നമ്മൾ കുറച്ച് വേക്കൻ്റായിട്ട് ഇട്ടതാണ്. പിന്നെ ഒരു പൂജാമുറി, അത് ഫ്രണ്ടിലെ റൂമിൻ്റെ ഭാഗമായിട്ട്, ഡ്രോയിങ് റൂമിൻ്റെ ഭാഗമായിട്ടൊരു പൂജാമുറിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഈ സൈഡിൽ ഈ സ്റ്റെപ്പിൻ്റെ താഴെ കുറച്ച് കല്ലൊക്കെ ഇട്ട് അങ്ങനെ സ്പേസും ഒരു ചെറിയ ഫൗണ്ടൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. മുകളിൽ നമ്മൾ ഒരു 2 ബെഡ്റൂം വേറെ ഉണ്ട്, കുറച്ച് നല്ല ബാൽക്കണി സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ TV ഒക്കെ കാണുന്നൊരു വലിയ ലിവിങ് ഏരിയ അവിടെയാണ്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ താഴെ ടി വി വെക്കേണ്ട, മോളിൽ വെക്കാന്ന് വെച്ച്. ടി വി കണ്ടല്ലോ. അത് പക്ഷേ ഈ കഴിക്കുമ്പോൾ കണ്ടേ പറ്റൂ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ന്യൂസും ഒക്കെ കുറച്ചൊക്കെ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടെങ്കിൽ മുകളിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു ഹോം തിയേറ്ററും സിസ്റ്റം ഒക്കെ വെച്ചിരിക്കുന്നത് മുകളിലാണ്. പൈസ എല്ലാം ബാങ്കിലാണല്ലോ. പൈസ ഒക്കെ തീർന്നു. ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ, ഇനി ലോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഞാൻ ബാങ്കിൽ പോയപ്പോഴത്തേക്കും പുള്ളിക്കാർ പുതിയ വണ്ടിയൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ലോൺ തരുമോ? ആ പുള്ളിക്കാർ ഇതൊക്കെ അടിച്ചോളൂ. ഇല്ല കേട്ടോ, ഇനി തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നാലും നമുക്ക് മുകളിലേക്ക് പോകാം.